എടുത്തോ 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 പിച്ചോ പിടിച്ചൊന്നും ചെയ്യില്ല അത്. എടുത്തോ. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കാത്തൂസ് വ്ലോഗ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മൽ കോയിൻ സൂവിൻ്റെ 2ാം പാർട്ട് ആയിട്ട് ഞാൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടത്. അപ്പോൾ ഒരുപാട് ഏരിയ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ അവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സൂ ആണെന്നും ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതുപോലെ ഡക്ക്, അതുപോലെ തന്നെ വാത്ത, അതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അവരിങ്ങനെ ഒരു ചെറിയൊരു പോണ്ട് പോലെ അവർ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ ഇതുപോലെ തന്നെ നീന്താനും അതുപോലെ തന്നെ നമുക്ക് അവിടെ ചെന്നിരുന്ന് വേണമെങ്കിൽ ഫീഡ് ചെയ്യാനും അങ്ങനെയൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള കുറച്ച് പ്ലേസ് അവിടെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. വൈറ്റ് കളറിലാണെങ്കിലും ബ്ലാക്ക് കളറിലാണെങ്കിലും നിറച്ചുണ്ടായിരുന്നു. ഡക്സും ഈ വാത്ത പോലുള്ള സംഭവങ്ങളൊക്കെ നിറച്ചുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു സംഭവത്തിനെ കണ്ടല്ലോ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇതിനെ കാണുന്നത്. അത് നേരിട്ട് കാണുന്നത്. ഹൈന എന്നാണ് ഇത് അറിയപ്പെടുന്ന ഈ സംഭവം. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ വെകിളി പിടിച്ച പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പിക്ചേഴ്സിലൊക്കെ കാണുന്ന ആനിമൽസൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവത്തിനൊക്കെ ഈ പിക്ചേഴ്സിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചത് ആദ്യം ഒരു ചെന്നായി പോലത്തെ അങ്ങനത്തെ ഒരു മുഖമുള്ള സംഭവമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇങ്ങനെ മനസ്സിലായത് ഹൈന എന്നാണ് ഇതിൻ്റെ പേരെന്ന് മനസ്സിലായത് കേട്ടോ. ഇതിങ്ങനെ ഈ ഞാൻ പറഞ്ഞില്ല ക്യാമറ ഇങ്ങനെ കാണിക്കുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് രണ്ടെണ്ണങ്ങളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ പോസ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഒറാങ്ങുട്ടാൻ അല്ലാതെ നമുക്ക് പിന്നെ ഭയങ്കര ഒരു അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ ഒരു സംഭവം കേട്ടോ. കുഞ്ഞ് റാബിറ്റ്സ്, ലിറ്റിൽ റാബിറ്റ്സ്, കുഞ്ഞൻ റാബിറ്റ്സ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര ക്യൂട്ടായിരുന്നു. അവരിങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേസ് തന്നെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞ് മാളങ്ങൾ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ സമയത്തും അവറ്റങ്ങൾ കിട്ടില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവരെ ഫീഡ് ചെയ്യാം, ഇതുപോലെ കയ്യിലെടുക്കാം, നമുക്ക് ഫോട്ടോസ് എടുക്കാം. അങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സംഭവമായിരുന്നു. അതിനൊരു വൈറ്റ് കളറിലുള്ളതുണ്ടായിരുന്നു. വൈറ്റ് കളറിലുള്ള സംഭവം നമ്മൾ ചെന്നപ്പോഴേക്കും അതിങ്ങനെ ആ മാളത്തിലേക്ക് ഒളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നൂസ് ഭയങ്കര എക്സൈറ്റഡ് അതിനെ കണ്ടിട്ട്. അവളുടെ കയ്യിലേക്ക് ആദ്യം ഇങ്ങനെ കൊടുത്തു പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൾ അതിനെ കുറച്ചിങ്ങനെ അനങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും അവൾക്ക് ചെറുതായിട്ട് പേടിയായിട്ട് അവൾ പിന്നെ അതിനെ നിലത്തിട്ട് കളഞ്ഞു. പിന്നെ പക്ഷെ അവളിങ്ങനെ പിള്ളേർ വന്നപ്പോഴും അവളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, തരുമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു സംഭവങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ഒരു ലൈറ്റ് ഒരു ക്രീം കളറും ബ്ലാക്ക് കളറും പിന്നെ വൈറ്റ് കളറിലും ഉണ്ടായിരുന്നു. വൈറ്റ് കളർ ഞങ്ങൾക്ക് ജസ്റ്റ് കാണാനേ പറ്റുള്ളൂ. ഭയങ്കര സൂപ്പറായിരുന്നു. അതിൻ്റെ ഐസൊക്കെ റെഡ് കളറായിരുന്നു. ഭയങ്കര സംഭവം, നല്ല രസമായിരുന്നു, നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവമായിരുന്നു. നമുക്ക് അവിടെ നിന്ന് പോരാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല. കുറേ പേര് വന്നിട്ട് നല്ല രീതിയിൽ അതിനെ ഫീഡ് ചെയ്യാനും അങ്ങനെ ഭയങ്കര കെയർ ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. നമുക്ക് എത്ര ടൈം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം. നല്ല സൂപ്പർബായിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ അത്. വെള്ളം കോരിക്കുളപ്പിച്ച് കിന്നരിച്ചു മനിച്ചയ്യ എന്റെ വാരിപ്പളുങ്കിപ്പം രാജപ്പൂ മുത്തായി പോയടി ചൊല്ലി നാവേറരുതേ കണ്ടു കണ്ണീറരുതേ പിള്ളദോഷം കളയാൻ മൂളുപുള്ളോർ കുടമേ
ഓടിക്കോട്ടെ ഓലത്തത്തെ ഞാനും നിന്നോടൊപ്പം ചാഞ്ചക്കം ചാഞ്ചക്കം ചാടിക്കോട്ടെ പൂങ്കവിൾക്കിളുന്നിൽ ഞാൻ ചാന്ത് കൊണ്ടു ചാർത്തിടാം എന്നുണ്ണിക്കിൻ ചൊല്ലും കണ്ണും കൊണ്ടാവത്തു നീട്ടിടാതെടാ ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ എണ്ണ ദീപിക്കുമ്പോ പാടടി വെള്ളം കോരിക്കൊളുപ്പിച്ച് കിന്നരിച്ചു മരിച്ചയ്യ എന്റെ മാരിപ്പളുങ്കിപ്പം രാജപ്പൂ മുത്തായി പോയടി ചൊല്ലിനാവേറരുതേ. ഇതിനെ കണ്ടോ, ഇതിനിങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാവും കേട്ടോ. അതിൻ്റെ ആ കണ്ണും ആ മുഖത്തിൻ്റെ ആ ഒരു എക്സ്പ്രഷനും എല്ലാം കണ്ടതിന് പേടിയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഞാൻ പിക്ചേഴ്സിലേ കണ്ടിട്ടുള്ളൂ. ഇതിൻ്റെ ശരിക്കും നെയിം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ എല്ലാത്തിൻ്റെയും പേരൊന്നും അവരോട് എഴുതി വെച്ചിട്ടില്ല. ഭയങ്കര റെയറായിട്ടുള്ള സംഭവമായിരുന്നു. പിന്നെ ദേ വന്നു നമ്മുടെ ആമക്കുട്ടൻ. ഭയങ്കര എന്താ പറയുക, ഈ ഡെസേർട്ടിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു വമ്പൻ ആമകൾ തന്നെയായിരുന്നു കേട്ടോ. ശരിക്കും വലിയ തോടൊക്കെ ആയിട്ട് നല്ല കട്ടിയുള്ള തോടായിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്കതിങ്ങനെ അവരിങ്ങനെ അത് നിൽക്കുന്ന സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാമായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഇന്നൂസിന് ആദ്യം അതിനെ കണ്ടപ്പോൾ കുറച്ച് പേടിയായിരുന്നു. പിന്നെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു. അവൾ അതിൻ്റെ മേത്ത് കയറി ഇരിക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് കാണുമ്പോൾ വലിയൊരു സംഭവമാണല്ലോ, വലിയ തോട് പോലത്തെ സംഭവം ആയതുകൊണ്ട് ഇന്ന് ഇരിക്കാൻ പറ്റുന്ന പോലെയൊക്കെ തോന്നും. വേണമെങ്കിൽ കുഞ്ഞു പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഇരിക്കാം. പക്ഷെ നമ്മൾ അവരോട് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, അതൊരു കഷ്ടമല്ലേ. പക്ഷെ ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവറ്റങ്ങളിങ്ങനെ അതൊന്നാമത് ആ മണ്ണിൻ്റെ കളറും കൂടി ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല വലിയ സൈസിലുള്ള ഒരു ആമയായിരുന്നു കേട്ടോ. ഇനുഷ പാരറ്റോടെ ഇനുഷ പാരറ്റോടെ അവിടെയാണ് പാരറ്റ്. വിളിച്ച പാരറ്റിനെ കന്നറോ സൺഫ്ലവർ സീഡാണ് ഇട്ടെടുത്തത്. നമ്മുടെ ഒറാങ്കുട്ടൻ മാത്രമല്ല കേട്ടോ, ഇവിടെ നമ്മുടെ സാധാരണ മങ്കിയുണ്ട്. അവിടെ ഒരാൾ കണ്ടില്ല, ഭയങ്കര ബിസി ആയിട്ട് മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കാൻ പോലും നേരമില്ല. ഈ മൂലയ്ക്കായിട്ടും ഒരാൾ ഇരിപ്പുണ്ട്, ഒരു കക്ഷി ഇരിപ്പുണ്ട്. അത് വേറൊരു സംഭവമാണ്, നമ്മുടെ നോർമൽ ഇതല്ല കേട്ടോ, ഒരു പ്രത്യേകതരം സംഭവമാണ്. അപ്പോൾ അവനും ദേ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ വേറൊരാളെ കാണാം കേട്ടോ. ആളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഒരു വരവ് വരും, ജസ്റ്റ് ഒരു മിന്നായം പോലെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ പൂച്ചേനെ പോലെയൊക്കെ തോന്നും, പക്ഷെ അതല്ല, പൂച്ചയൊന്നുമല്ല സംഭവം. പേര് എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല, ഞാൻ അതിലത്ര പ്രഗത്ഭയല്ല കേട്ടോ. ഇവിടെ ഒരാൾ കണ്ടില്ല, വേറെ കുറച്ച് അഭ്യാസങ്ങൾ കാണിക്കുന്ന, മരത്തിൽ തൂങ്ങിക്കിടന്നിട്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റീസിൽ തന്നെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിന് നിറച്ചും ബ്ലാക്കായിട്ട് പിള്ളേരൊക്കെ കണ്ടതുകൊണ്ടാണ് തോന്നുന്നു അവർ ഫുഡൊക്കെ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ അതിനനുസരിച്ച് നല്ല രീതിയിൽ നല്ല അഭ്യാസങ്ങൾ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ നിങ്ങൾ ദുബായ് ട്രിപ്പിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് കേട്ടോ. ഇതൊരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. കാരണം കുട്ടികളെ കൊണ്ട് പോകുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. അവർക്കാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ അത് ആ സൈഡിൽ വന്ന് നിൽക്കുന്നവരില്ല, അവർ ഇതിൻ്റെ ഓണേഴ്സാണ്. അതിൻ്റെ കുറച്ച് ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഈ വന്ന് എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, അതുപോലെ തന്നെ ഇവർ ഈ ഡക്സിനും അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ അവർ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇവിടെ ഈ ഒരു ഏരിയയിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണേണ്ട ഒരു സംഭവമാണ്. നിങ്ങൾക്ക് ആർക്കും നിരാശപ്പെടില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതാണ്. അപ്പോൾ നമ്മുടെ ദുബായ് വ്ളോഗ്സ് എല്ലാം തന്നെ അവസാനിച്ചു. ഇനിയൊരു ചെറിയ വീഡിയോയും കൂടി വരുള്ളൂ. അപ്പോൾ ഞാൻ ഇനിയും മോർ എക്സൈറ്റിംഗ് വ്ളോഗ്സ് ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ ആരും മിസ്സാക്കരുത്. ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാണുന്നതിന് വേണ്ടിയിട്ടായിട്ട് ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി തുടർന്നും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആരും മിസ്സാക്കരുത്. തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് നീതു സൈനിങ് ഓഫ്. ബൈ.